ഹായ്, എല്ലാവർക്കും രേഖാസ് കിച്ചൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഞാനും മോനെണ്ണും കൂടിയിട്ടൊരു ചെറിയൊരു ഔട്ടിങ്ങിന് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്നേക്കുന്ന സ്ഥലം ആണ് അൽ ഹഫിയ മൗണ്ടൻ കൺവർസേഷൻ സെൻറ്റർ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള എൻട്രി ഫീസ് ടിക്കറ്റാണ് ഇത്. ഇപ്പോൾ നമുക്ക് വലിയവർക്ക് ഒരാൾക്ക് 15 ദർഹമാണ് കേട്ടോ. പിന്നെ നമുക്കിതിൽ ചുറ്റി കാണിക്കാനായിട്ട് ഇവരെ തന്നെ ഒരു വണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിന് നമുക്ക് പ്രത്യേകിച്ച് പൈസയൊന്നും കൊടുക്കണ്ട. ഞങ്ങളതിന് അങ്ങനെ അൽ ഹഫിയ മൗണ്ടൻ കൺവർസേഷൻ സെൻറ്ററിൻ്റെ ഉള്ളിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാവുന്ന സാധനങ്ങളാണ് ആട്, മാന്, കുറുക്കനുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ കാണാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഓരോരുത്തരുടെ പേരൊക്കെയും അവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാം. നമുക്കിവിടെ ഓരോ സ്ഥലത്തേക്ക് വരുമ്പോൾ ഏതൊക്കെ കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമുക്കിവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അറബിയൻ വോൾഫ് കെനിയസിൻ്റെ പെട്ടിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ലൂപ്പസ് അർപ്പസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്കിവിടെ കാണാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇതേതോ ഒരു കുറുക്കനും കിടക്കുന്നുണ്ട്. ആ പൊത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഇത് കറക്റ്റ് സൂം ചെയ്തിട്ട് എടുക്കാൻ നോക്കി നോക്കട്ടെ കേട്ടോ. ഓരോ ഭാഗത്തേക്ക് വരുമ്പോഴും ഇവിടെ എന്താണ് കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ എല്ലാ സാധനങ്ങളും നമുക്കിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് ആടാണ് അവർ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ ആടിനൊന്നും കാണാനില്ല. ഇനി ചിലപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടാവുന്നുള്ളൊരു വണ്ടി, ആ വണ്ടിയിൽ പോകുമ്പോൾ കാണാമായിരിക്കും. അതെ, നമ്മളിവിടെ വരുമ്പോൾ പാമ്പിൻ്റെ ഒറ കാണാം ഒരെണ്ണത്തിൽ. പിന്നെ നമുക്ക് രണ്ടാമത് കാണുന്നത് ഇത് എന്നിട്ടാ ഒരു പാന്തറ പാഡസ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അസ്ഥി കൂടാണ് കേട്ടോ. ഓരോന്നിൻ്റെ അസ്ഥികൂടങ്ങളും മുട്ടകളും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് എന്താ പേരൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. നമ്മുടെ ഈഗിളിൻ്റെയാണ് കേട്ടോ. ഈഗിളിൻ്റെ അസ്ഥികൂടങ്ങളാണ് വെച്ചേക്കുന്നത്. നമ്മളിതിൽ കാണുന്നത് ഇപ്പോൾ പുലികളുടെ വ്യത്യസ്തമായ രൂപങ്ങൾ അവർ ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇതെല്ലാം കേട്ടോ. ഇതിൽ ഈ ഭാഗത്ത് നമ്മുടെ വലത്തെ സൈഡിൽ നിന്ന് ഭാഗത്ത് ഇവിടെ പുലിനെയാണ് കാണിക്കുന്നത് പറഞ്ഞേക്കുന്നത്. ഇതിലിഷ്ടം പോലെ പുലിയുടെ എല്ലാ മോഡലും അവർ ഈ ഇല പിടിക്കണേൻ്റെയും എല്ലാ അതിൻ്റെയും എടുക്കണേൻ്റെയും ഒക്കെ അവർ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ആളിവിടെ കിടക്കുന്നുണ്ട് കേട്ടോ പുലി. അപ്പോൾ നമുക്ക് ഒരെണ്ണത്തിനാണ് ഇവിടെ കാണാൻ പറ്റിയേക്കണത്. അപ്പോൾ ഇതിൽ കൂടുതൽ എത്ര ഉണ്ടോയെന്നൊന്നും നമുക്കറിയില്ല. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഫിഷ് ടാങ്കുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്നിനാണ് അവർ നടത്തി വെച്ചിട്ടുണ്ട്. ചിലതിൽ മീനുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ മീനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണത്തിൽ പാമ്പൊക്കെയാണ് ഉള്ളത് കേട്ടോ. പാമ്പുണ്ട്, പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ഫിഷ് ടാങ്കിൽ അവർ വെച്ചേക്കാണ്. ഈ ഭാഗത്ത് വെച്ചേക്കുന്നത് പാമ്പുകളാണ് കേട്ടോ. പാമ്പുകളുടെ ഇവിടെ ഒരെണ്ണം ഇവിടെ കിടക്കുന്നുണ്ട്. ഇതേക്കണ്ട പാമ്പുകളുടെ അക്വേറിയം തന്നെയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. മൊത്തം നമുക്ക് കാണാൻ കഴിയണത് ഈ ഇവിടുത്തെ ടാങ്കുകളിലുള്ള പാമ്പുകളാണ്. അതുകൊണ്ട് ഓരോരുത്തരും ഇവിടെ പേരുകളൊക്കെയും അവർ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ പാമ്പിൻ്റെ അടുത്ത് എത്തുമ്പോഴൊക്കെയും അതിൻ്റെ പേരുകളൊക്കെ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവർ. ഇപ്പോൾ ഈ ടാങ്കിൻ്റെ ഉള്ളിൽ ഇവരൊരു 2 ചെറിയ എലിക്കുട്ടികളാണ്. നമ്മുടെ നാട്ടിലെ എലിക്കുട്ടികൾ. ഇവിടെ അതിന് വേറെ എന്തൊക്കെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അറബ്യൻ സ്പൈനി മൗസ് എന്നാണ് നമ്മൾ കണ്ട എലിയുടെ പേര്. ഇവിടെ നമ്മൾ കാണാൻ പോണത് ഈ ഗോൾഡൻസ് വൈൽഡ് കാറ്റാണ്. അപ്പോൾ അത് അകലെയാണ് ഇരിക്കണത്. ഇതിൽ ഭയങ്കര ഇരുട്ടായി കാരണം കാണാൻ പറ്റുമെന്ന് അറിയില്ല. കേട്ടോ അതിവിടെ ഉണ്ട്. ഇപ്പോൾ ഒരു കുട്ടി അതിനെ കളിപ്പിക്കുന്നുണ്ട് കേട്ടോ. നമുക്കിവിടെ ഒരാട് ഏറ്റത്തോട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ഏറ്റത്താണ് ആൾ കിടക്കുന്നത്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിറച്ച് മാൻ മാത്രമുള്ള കേട്ടോ. മാനിൻ്റെ കൂട്ടങ്ങൾ എന്ന് പറയാം. അത്ര അധികം ഉണ്ട് മാൻ. നമുക്കിതിൻ്റെ ഉള്ളിൽ കാണാൻ കഴിയുന്നത് 2 ഓവലാണ് ഈക്കള്.
ഡിസർട്ട് ഈഗിളാണ് കേട്ടോ. നമ്മളിങ്ങനെ വണ്ടിയിൽ കയറി വണ്ടിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഔട്ട്ഡോറ് കൊണ്ട് കാണിക്കാനുള്ളതാണ് ഈ വണ്ടി. ഞങ്ങളങ്ങനെ ഇതിൻ്റെ ഒരു മുകളിലാണ്. ഇവിടെ ഒരു കുറേ ചവിട്ടൊക്കെ കണ്ടിട്ട് ഏറ്റവും വ്യൂ പോയിന്റിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നിട്ടുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് പുലിനൊക്കെ കാണാനൊക്കെ പറ്റി. അതിൻ്റെ അടുത്തൊക്കെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. കയറ്റം കയറി വന്നപ്പോൾ ഇത്തിരി കിടപ്പ് വന്നു കേട്ടോ. അതാണ് കിതയ്ക്കണത്. ഞങ്ങൾ ആ അൽക്കാന്തിയ കൺവെർസേഷനിൽ തിരിച്ച് പോന്ന് കഴിഞ്ഞപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ട് ഇതേ ഭക്ഷണം കഴിക്കാൻ കയറിയിട്ടാണ്. അപ്പോൾ ഹോട്ടലിനുള്ളിൽ എന്താണ് ഭക്ഷണം എന്നൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. നമ്മൾ ഹോട്ടലിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കനും മട്ടനും റൈസും കൂടിയിട്ടൊരു വിഭവമാണ്. അത് 4 പേർക്ക് കഴിക്കാനുള്ളതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അപ്പോൾ 68 തരക്കാണ് വന്നേക്കുന്നത്. ബാക്കി പാർസൽ കൊണ്ടുവന്ന് പറഞ്ഞു. പിന്നെ അതിന് മുന്നേ നമുക്ക് വന്നേക്കുന്നത് 2 സൂപ്പാണ്, മട്ടൻ്റെ സൂപ്പാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് സൂപ്പുമ്പോൾ തുടങ്ങാം. നമ്മുടെ സൂപ്പൊക്കെ നമ്മൾ കുടിച്ച് കഴിഞ്ഞിട്ടാണ്. സൂപ്പർ നല്ല ടേസ്റ്റ് ഉണ്ട്. മട്ടൻ്റെ ആണ് സൂപ്പ് കിട്ടിയത്. അപ്പോൾ നമുക്ക് നെയ്യൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് 2 ചെറുനാരങ്ങ തന്നിട്ടുണ്ടാകും. അതൊക്കെ പിഴിഞ്ഞ് വെച്ചപ്പോൾ ഉണ്ടല്ലോ അടിപൊളി. ഞങ്ങളിത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഭക്ഷണം എത്തിയിട്ടാണ്. ഒരു കച്ചമ്പറുണ്ട്, പിന്നെ ഒരു സലാഡ്, പിന്നെ അതെന്താ കറിമണ്ട, പിന്നെ ഇതൊന്നും നമ്മളിന്ന് തിന്ന് കഴിയില്ല കേട്ടോ. അത്രയ്ക്ക് അധികം ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അതിൽ 4 പേർക്ക് കഴിക്കാവുന്ന എന്താണ് ഫുഡാണത്. അപ്പോൾ ഞങ്ങളിത് കഴിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം അഭിപ്രായം പറയാം കേട്ടോ. ഞാനാദ്യം ഇതാണ് കഴിക്കാൻ എടുത്തേക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് എന്നിട്ട് പേരൊന്നും എനിക്കറിയില്ല. പിന്നെ ഞാനും എടുത്തത് കുറച്ച് റൈസും ഒരു മട്ടൻ്റെ കബാബാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ കഴിച്ചത് നല്ല ടേസ്റ്റിനായിരുന്നു. ഇനി ഇതിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. മോൻ്റെ ഒരു മട്ടൻ കബാബിൻ്റെ കടിച്ച് വലിച്ച് നീണ്ട പരിശ്രമത്തിലാണ് കേട്ടോ. പരമാവധി ആൾ നോക്കുന്നുണ്ട് പോരാനായിട്ട്. അതിൻ്റെ ഇടയിൽ വെയിറ്റർ വന്നിട്ട് എന്തോ ചോദിച്ചപ്പോൾ ആളാ വായന്ന് എടുത്തു തന്നെ. അപ്പോൾ നമ്മുടെ ഫുഡ് തന്നെ ഏകദേശം ഈ പരിവായിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഞാൻ പറഞ്ഞില്ലേ നമുക്ക് 4 പേർക്ക് കഴിക്കാനുള്ളത് കൊണ്ട് ഇത് നമുക്ക് ബാക്കി എന്തായാലും പാർസൽ ചെയ്യും. നമ്മളങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ബാക്കിയുള്ള ഫുഡൊക്കെ അവരോട് പാർസൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കൂടെ അഡീഷണൽ ഒരു സൂപ്പും കൂടി ഞങ്ങൾ പാർസൽ ചെയ്യാൻ പറഞ്ഞു കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ബാക്കിയുള്ള പാർസലൊക്കെ മേടിച്ചിട്ട് മോൻ്റെ ഡോറ് തുറക്കാൻ വേണ്ടിയിട്ട് പാർസൽ കൊണ്ടുവച്ചുള്ള സ്ഥലം നോക്ക് കാരണം മുകളിൽ അവ മേടിച്ചത് വീണ്ടും അടുത്ത സ്ഥലത്തേക്കുള്ള ഞങ്ങൾ പോകാൻ നിൽക്കാട്ടോ. ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞത് ഇപ്പോൾ അൽ ഹെഫിയാത്ത് എന്നുള്ള ബീച്ച് ഒരു ഡാം കാണാൻ വന്നു കേട്ടോ. അപ്പോൾ ഡാമിൻ്റെ പേരാണിത്, അൽ ഹെഫിയ ഡാമിൻ്റെ വശമാണ് കാണുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഡാം. ഇവിടെ ബോട്ടിങ് സർവീസൊക്കെ ഉണ്ട്. അപ്പോൾ മോനട്ടൻ ഇതിൻ്റെ ബോട്ടിങ്ങിൻ്റെ പൈസ എത്രയാണെന്നൊക്കെ ചോദിക്കാനായിട്ട് പോയിട്ടുണ്ട്. ബോട്ടിങ്ങിൻ്റെ പ്രൈസ് പോയി ചോദിച്ചപ്പോൾ 3 ആൾക്ക് 100 അതായത് 100 തരക്കാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ബോട്ടിങ് വേണ്ടാന്ന് വെച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ള കാഴ്ചകളാണ് കാണിച്ചാൽ ഹദിയ ഡാം ഹഫദിയ നോക്കി നിൽക്കുമ്പോഴാണ് കേട്ടോ ഒരു താറാവിനെ കാണുന്നത്. 2 ഒന്നും ബ്ലാക്ക് ഉണ്ട്, ഒന്ന് വൈറ്റും ഉണ്ട്. കൽബ മുനിസിപ്പാലിറ്റിയുടെ ഒരു വണ്ടിയാണ് കിടക്കണം. നമ്മുടെ തീവണ്ടിയുടെ ആകൃതിയിൽ, ട്രെയിനിൻ്റെ ആകൃതിയിൽ. ഇതിലിപ്പോൾ എത്രയാണെന്ന് നമുക്കൊന്നും അറിയില്ല. ഇവിടെ കൊണ്ടിട്ടുണ്ട്. ഞങ്ങളിതിൻ്റെ മുന്നിലൊക്കെ നിന്നിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തുട്ടാണ്. എൻ്റെ ഫ്രണ്ട് വാശൊക്കെ ഞാൻ കാണിച്ചു തരാം. കറക്റ്റ് ട്രെയിനിൻ്റെ മോഡലിലാണ് ഈ വണ്ടി നിൽക്കുന്നത്. ഒരു മണ്ണിക്ക് വെച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വശം. ഇതാണ് കേട്ടോ ഫ്രണ്ട് വശം. അപ്പം ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് റൂമിലോട്ട് പോകാൻ നോക്കാം.
പോണ വഴിക്ക് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളതിൽ കാണാൻ കയറും. ഞങ്ങളിത് ഇവിടെ വന്നേക്കുന്നത് ഹാങ്ങിങ് കാർഡിലേക്കാണ്. അതിൻ്റെ ടോപ്പ് വശത്താണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതായത് താഴെ നോക്കുമ്പോൾ താഴത്തെ വ്യൂ ആണ് ഇത് ഈ കാണുന്നത് മുഴുവൻ അവിടെ. അപ്പോൾ ഇതിൽ നമുക്ക് താഴത്തേക്ക് ഇറങ്ങാനായാലും മുകളിലേക്ക് കയറാനായാലും കാറിൽ വരുമ്പോൾ വേണ്ട, താഴത്തേക്ക് ഇറങ്ങണമെങ്കിൽ നമുക്ക് വേറൊരു ഫീസ് കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതെ, പിന്നെ നമ്മൾ നേരത്തെ ഞാനൊരു തീവണ്ടി കാണിച്ചു തന്നതായിരുന്നു. അത് അറ്റത്തതേ ആൾക്കാരെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? അപ്പോൾ അതെ, അത് ആ തീവണ്ടിയിൽ വന്നിട്ട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെ, ഇവിടുത്തെ വ്യൂ ഇതാണ്, ഇത്ര ഉള്ളൂ കേട്ടോ. എന്നാലും പാർക്കിങ്ങിന് വേണ്ടിയിട്ട് കുറേ നടന്നു. തിരിച്ച് പോകണ വഴിക്ക് ഒരു പാർക്കിങ് കിട്ടിയപ്പോൾ അവിടെ നിർത്തിയതേ മുകളിൽ കയറി നിന്നതാണ്. ഇവിടേക്ക് നമുക്ക് വന്നില്ലെങ്കിൽ ഒരു നഷ്ടമായി ഞാനത്. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴത്തെ വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ മിസ്സാക്കാണ്ട് കണ്ടോളട്ടെ എല്ലാവരും. ഹായ്, അപ്പോൾ നമ്മുടെ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അവിടുത്തെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ് ഇതാ കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വൈകുന്നേരത്തെ വ്യൂ ആണ് ഇപ്പോൾ ഈ കാണുന്നത്. കുറച്ച് നേരം മുന്നേ താഴെ വന്നിട്ടുള്ളതാണ് കാണുന്നത് കേട്ടോ. നല്ല അങ്ങനെ ഹാങ്ങിങ് ബ്രിഡ്ജിനൊക്കെ കുറച്ചൊന്ന് പോന്ന് കഴിഞ്ഞു. ഒരു കഫ്റ്റേരിയയിൽ നിന്നിട്ട് ഇതേ ചായ കുടിക്കിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഒരു കേക്ക്, പിന്നെ നമ്മൾ 2 ബജ്ജി, മുളക് ബജ്ജിയാണ്, പിന്നെ 2 ചായ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് നല്ലൊരു ഞായറാഴ്ചയൊക്കെയായിരുന്നു. കാലത്ത് നമ്മൾ 11 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി നല്ലൊരു ഔട്ടിങ് ആയിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. ഓക്കെ, ടാറ്റ, ബൈ.